ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇവൻറ്റിന് വന്നിട്ടുള്ളതാണ് കേട്ടോ. WCCൻ്റെ അവാർഡ് ഫംഗ്ഷനാണ്. ഇതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇത് നമ്മൾ ഈസി കുക്ക് സ്പോൺസർ ചെയ്യുന്ന WCCൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷനാണ് കേട്ടോ. WCC എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് കേട്ടോ. അതിനൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 50K ആയതുകൊണ്ട് തന്നെ എന്നെ ആ ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു പ്രോത്സാഹന സമ്മാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഗിഫ്റ്റല്ല, ഒരു അവാർഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മൺഡേ ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നമ്മുടെ നിലമ്പൂരുള്ള സബർമതി പൂക്കോട്ടുപാട സബർമതി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഒരുപാട് ക്രിയേറ്റേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫോണിൽ മാത്രം കണ്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ നേരി കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഗ്രൂപ്പിന് 1-2 അഡ്മിൻസ് ഒക്കെ ഉണ്ട്, ഒരു 5-6 അഡ്മിൻസ് ഉണ്ട്. അതിൽ സജന താത്തയാണ് കേട്ടോ ഞങ്ങളെയൊക്കെ ഈ ഒരു ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ് പറയാണ് സജന താത്ത. നമ്മൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 9:15 ആയപ്പോഴാണ് എത്തിയിട്ടുള്ളത്. പിന്നെയും കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. കാരണം ദൂരത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരാണ്ടായിരുന്നു, പല ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അത് എല്ലാവരും എത്തി, ഓൾമോസ്റ്റ് എല്ലാവരും വന്നു. ഇനി കുറച്ച് ഗസ്റ്റുകളൊക്കെ വരാനേ ഉള്ളൂ. പേഴ്സണലി നമ്മൾ അറിയണ 1-2 ആൾക്കാരൊക്കെ അവിടെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ഫോണിൽ കണ്ടിട്ടുള്ള പരിചയമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ ഭയങ്കര ചമ്മലുള്ള ഒരാളാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ഒരു ഗസ്റ്റ് അഫ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അഫ്സലിനെ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, എന്തായാലും കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അഫ്സലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ. എനിക്ക് മാത്രമല്ല അനുവിനും കുട്ടികൾക്കൊക്കെ അഫ്സലിൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ സൗണ്ട് ഉണ്ടോ? ഇല്ല, അപ്പൊ ഇങ്ങനെ വെച്ചോ. ഓക്കെ ഓക്കെ, റെഡി 1 2 3 1 2 3 4 5 6. നമ്മുടെ അടുത്തൊക്കെ നമ്മൾ ഫോണിൽ എന്നും കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, ഓരോടൊക്കെ പോയി വർത്താനം പറയാൻ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഞാൻ ഒറ്റ ആളിപ്പോൾ നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊന്നുമില്ല. 1-2 ആൾക്കാരായിട്ട് മാത്രമേ ഞാൻ പോയി നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ചിലപ്പോൾ അനുവിന് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരെ വേറെ നിന്ന് വീഡിയോ എടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്കെന്തോ ഭയങ്കര മടി. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് തോന്നി നല്ല അവസരമായിരുന്നു, പോയി ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഫോണിൽ കൂടെ ഉള്ള വർത്താനം മാത്രമേ ഉള്ളൂ. എനിക്ക് നേരിട്ടാവുമ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഞാൻ. ഇതാണ് നമ്മുടെ മെയിൻ അഡ്മിൻസ്. ഇതിൽ ഈ അറ്റത്ത് നിൽക്കുന്ന ഗ്രീൻ ചുരിദാർ ഇട്ടതാണ് സജന താത്ത. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടും തന്നിട്ടുണ്ട്. ഒന്നും അറിയാത്ത ആൾക്കാരാണല്ലോ ഇന്നെ പോലുള്ളവരൊക്കെ. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു പരിപാടിക്ക് പങ്കെടുക്കണത് തന്നെ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു. എന്ത് ചോദിച്ചാലും എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു തരുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ആങ്കർ ടിപ്പു എന്നാണ് വിളിക്കുക, പക്ഷേ പേര് നിഹാലോ അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല. എന്തായാലും ആൾ നല്ല ഉഷാറായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഗസ്റ്റായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറിന് വരാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത് ആര്യാടൻ ഷൗക്കത്ത് അലി സാറായിരുന്നു. അപ്പോൾ സാറ് എത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ആദ്യം കുറച്ച് ആൾക്കാർക്ക് മൊമെൻറ്റോ കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് പേരെ ലിസ്റ്റ് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടായിരുന്നു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കാരണം അടുത്തുള്ള ആൾക്കാർ പെട്ടെന്ന് എത്തിയിട്ടുണ്ടാവുമല്ലോ എന്നുള്ള ഒരു ഇതിൽ. അങ്ങനെ തന്നെ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് അലി സാർ വന്നിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് മൊമെൻറ്റോ തന്നിട്ടുള്ളത് സ്കില്ലേജ് ലൈഫിൻ്റെ CEO ബിഷർ KC ആണ് കേട്ടോ. ബിഷർ സാറാണ് ഞങ്ങൾക്ക് മൊമെൻറ്റോ തന്നിട്ടുള്ളത്. പിന്നെ ഗ്രൂപ്പ് അഡ്മിൻസിനൊക്കെ ഷൗക്കത്ത് അലി സാർ തന്നെ മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്ന ഓരോ ഗസ്റ്റുകൾ മാറി മാറി മൊമെൻറ്റോ കൊടുക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ ക്രിയേറ്ററുമാണ്, പിന്നെ ഡോക്ടറാണ്, ഡോക്ടർ ഷാഹിനെയും ഹസ്ബൻഡ് നിയാസിക്കയാണ് കേട്ടോ. ഇവരെ ഒരുപാട് ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞോളാണ്, പള്ളിക്കൽ ബസാർ കുഞ്ഞോള്. ഇപ്പോൾ ഇങ്ങനെ റീച്ച് കയറി വരുന്നുണ്ട് ഇവരെ വീഡിയോസൊക്കെ. ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്നാലും മാഷാഅല്ലാഹ് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 1-2 ആൾക്കാർ ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് അവാർഡ് കൊടുക്കൽ തന്നെ ആയാലും നമുക്ക് മടുത്തു പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പോലെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതെങ്ങനെ വീൽ ചെയറിലായിട്ട് ഒരു ക്രിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എനിക്ക് പേരെന്താണെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ നല്ല ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ മറന്നുപോയി. പിന്നെ ഞാനിങ്ങനെ ഓടിച്ചിട്ട് പറഞ്ഞു പോകണം എന്താ വെച്ചാൽ ഞാൻ ആകെ ഒരു 6 മിനിറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇത് ഫുള്ള് ഈ അവാർഡ് കൊടുക്കൽ തന്നെയാണ്. അപ്പോൾ അതെന്നെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ബോറടിക്കുമല്ലോ. ഇപ്പോൾ അവാർഡ് വാങ്ങിച്ചു പോയത് നമ്മുടെ ഐദോസ് പപ്പയിലെ പപ്പയാണ് കേട്ടോ. പിന്നെ മറ്റേ സബാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും ഇങ്ങനെ പേര് കിട്ടണില്ല. ഇവരൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്, പക്ഷെ പെട്ടെന്ന് എനിക്ക് പേര് കിട്ടണില്ല. പിന്നെ ഇതിൻ്റെ കൂടെ പഠിച്ചതുമാണ്, നമ്മുടെ നാട്ടിലുള്ളതാണ് കേട്ടോ. സീനു ഒഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അഫ്സലിനെ കണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, രണ്ടും ചിക്കൻ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് മൊമെൻറ്റും ഒക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് ഒന്ന് റിഫ്രഷായി തിരിച്ച് പോവാണ്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ അങ്ങനെ കാണുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ അവിടെ മുനീർ ഉണ്ടായിരുന്നു. അങ്ങനെ മുനീറിനൊക്കെ ഒന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ നല്ല പാട്ട് നടക്കട്ടെ സ്റ്റേജിൽ. അതിൽ പിന്നെ എൻ്റെ കുട്ടി വണ്ടി കയറിയിട്ടുണ്ട്. ഇത് നമ്മളെ ഡെൻറ്റിസ്റ്റ് കപ്പിളിലെ ഡോക്ടർ സിറാജാണ് കേട്ടോ. ഷിബു നജു എന്നാണ് തോന്നുന്നു അവരുടെ പേജിൻ്റെ പേര്. പിന്നെ ഇത് ഷാന തച്ചൂസ്, അവരെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ആൾക്കാർ, എനിക്ക് എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ട്രെൻഡി കപ്പിൾസ് ഉണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ വിളിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോവാണ്.